നമസ്കാരം. നമ്മൾ അടുത്തതായിട്ട് മെഷറബിൾ സെറ്റ്സ് എന്ന കൺസെപ്റ്റിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതുപോലെ ബിഗ് മെഷർ. എന്താണ് മെഷറബിൾ സെറ്റ്? യു ഓൾറെഡി സ്റ്റഡീഡ് അബൌട്ട് ദി ഔട്ടർ മെഷർ. ആൻഡ് ഔട്ടർ മെഷർ ഹാസ് സം പ്രോപ്പർട്ടീസ്. ഔട്ടർ മെഷർ ഓഫ് ആൻ ഇൻ്റർവൽ ഈസ് ഇറ്റ്സ് ലെങ്ത് ആൻഡ് മോസ്റ്റ് ഓഫ് ദ സെറ്റ്സ് can have some outer measure that may be infinite or finite. Okay, that depends, and every countable set has outer measure 0. These are the important results, and some properties of outer measure is already studied. And next we are going to study about the measurable sets. So what is the meaning of a measurable set? അതായത് അളക്കാൻ പറ്റുക എന്നുള്ള ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഔട്ടർ മെഷർ ഒരു അളവാണോ എന്നൊരു ചോദ്യമുണ്ട്. അതൊരു അളവാണെങ്കിലും അതിനകത്ത് ചെറിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, പിന്നീട് മനസ്സിലാവും. അപ്പോൾ ഒരു സെറ്റിനെ മെഷറബിൾ സെറ്റ് എന്ന് വിളിക്കണമെങ്കിൽ ദാറ്റ് സെറ്റ് ക്യാൻ ബി ആക്ട് ആസ് എ സോർട്ട്, എ പെർഫെക്റ്റ് സോർട്ട് ടു കട്ട് എനി സെറ്റ് ആസ് 2 പാർട്സ്. ഇപ്പോൾ എ എന്നൊരു സെറ്റിനെ അല്ലെങ്കിൽ എ എന്ന സെറ്റിൻ്റെ അളവിനെ രണ്ടായിട്ട് ഭാഗിക്കാൻ പറ്റുക. ഈക്വൽ അളവാണെന്ന് പറയുന്നില്ല, 2 പീസുകളാക്കി മാറ്റുക. അതിൻ്റെ അളവുകൾ തമ്മിൽ കൂട്ടുമ്പോൾ ടോട്ടൽ പീസിൻ്റെ അളവ് കിട്ടുക. അപ്പോൾ നാച്ചുറലി നിങ്ങൾ ഇത് എല്ലാത്തിലും കിട്ടാത്ത സാഹചര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇ എന്ന സെറ്റ് കൊണ്ട് എ എന്ന സെറ്റിനെ 2 പാർട്ടാക്കി മാറ്റുക. അതായത് എം സ്റ്റാർ ഓഫ് എ ക്യാൻ ബി റിട്ടേൺ ആസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ പ്ലസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ കോംപ്ലിമെൻറ്റ്. അത് കോംപ്ലിമെൻറ്റിലുള്ള പാർട്ടിൻ്റെ അളവ് പ്ലസ് സെറ്റിലുള്ള പാർട്ടിൻ്റെ അളവായിരിക്കും എയുടെ അളവെന്ന് പറയുന്നത്. ഇങ്ങനെ എഴുതിയാൽ ദിസ് ഈസ് ട്രൂ ഫോർ എനി എ. ഇങ്ങനെ ഏതൊരു സെറ്റിനെയും ഇ കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഈ ഒരു ഇക്വേഷൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇ മെഷറബിൾ സെറ്റ് എന്ന് വിളിക്കും. അപ്പോൾ മെഷറബിൾ സെറ്റ് ഇ മീൻസ് ഇ ആക്ട് ആസ് എ പെർഫെക്റ്റ് സോർട്ട് ടു കട്ട് എവറി സെറ്റ് ആസ് 2 പാർട്സ്. ഫസ്റ്റ് പാർട്ട് ഈസ് എ സ്റ്റാർ ഇ എ ഇൻ്റർസെക്ഷൻ ഇ ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഈസ് എ ഇൻ്റർസെക്ഷൻ ഇ കോംപ്ലിമെൻറ്റ് ആൻഡ് സം ഓഫ് ദി ഔട്ടർ മെഷർ ഓഫ് ദീസ് 2 ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ. ദാറ്റ് മീൻസ് ദി ഔട്ടർ മെഷർ ഓഫ് എ ക്യാൻ ബി റിട്ടേൺ ആസ് the sum of 2 values m star of a intersection e plus m star of a intersection e കോംപ്ലിമെൻ്റ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഈ ഈക്വാലിറ്റി നമ്മൾ എല്ലായ്പ്പോഴും പ്രൂവ് ചെയ്യണമെന്ന് ആവശ്യമില്ല, കാരണം ഒരു പാർട്ട് എല്ലായ്പ്പോഴും ഉണ്ടാവും. നോക്കാം, എ ക്യാൻ ബി റിട്ടേൺ ആസ് എ ഇൻ്റർസെക്ഷൻ ഇ യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ഇ കോംപ്ലിമെൻറ്റ്. അത് ഏതൊരു സെറ്റിനെയും നമുക്ക് വേറൊരു സെറ്റ് ഉപയോഗിച്ച് എഴുതാൻ പറ്റും. പക്ഷേ പ്രത്യേകം ഓർക്കുക, എ ഇൻ്റർസെക്ഷൻ ഇയും എ ഇൻ്റർസെക്ഷൻ ഇ കോംപ്ലിമെൻറ്റും ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആണ്. അതിൽ കോമൺ ആയിട്ടൊരു എലമെൻ്റ് ഒന്നും ഇല്ല. ഇനി നമ്മൾ എം സ്റ്റാർ ഓഫ് എ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് ദാറ്റ് യൂണിയൻ. പക്ഷേ എം സ്റ്റാർ ഓഫ് ദി യൂണിയൻ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് സംസ് എന്ന് കേട്ടിട്ടുണ്ട്. അതായത് നമ്മൾ സബ് അഡിറ്റിവിറ്റി പ്രോപ്പർട്ടിയോടെ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ എം സ്റ്റാർ ഓഫ് ദാറ്റ് യൂണിയൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ പ്ലസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ കോംപ്ലിമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഒരു സൈഡ് എല്ലായ്പ്പോഴും ഉണ്ട്. അത് ഇ എന്ന സെറ്റ് മെഷറബിൾ ആണെങ്കിലും അല്ലെങ്കിലും എം സ്റ്റാർ ഓഫ് എ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ പ്ലസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ കോംപ്ലിമെൻറ്റ്. പക്ഷേ ഇനി ഈ മെഷറബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ശരിക്കും നമുക്ക് വേണ്ടതിൻ്റെ റിവേഴ്സ് ഇൻഇക്വാലിറ്റി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ എന്തായി മാറുന്നത്, മെഷറബിൾ ആവുന്നത്. അത് എല്ലായ്പ്പോഴും ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അത് പിന്നീട് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനമാണ് അത്തരത്തിലുള്ള സെറ്റുകൾ ഉണ്ടെന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ സെറ്റ് ടു ബി മെഷറബിൾ ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ്. ഇനി ഇക്വാലിറ്റി പറയേണ്ട ആവശ്യമില്ല, എന്തുമാത്രം പറഞ്ഞാൽ മതി, എം സ്റ്റാർ ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ പ്ലസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാനുള്ള കണ്ടീഷൻ ഇത് മാത്രം ആവശ്യമുള്ളൂ. ലെസ് ആർ ഈക്വൽ ടു കേസ് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി ഉള്ളതാണ്. അപ്പോൾ ഇക്വാലിറ്റിയാണ് ശരിക്കും നമ്മളുടെ ഡെഫിനേഷനിലുള്ളതെങ്കിലും അതിൽ വൺ സൈഡ് ക്ലിയർ ആണ്. ലെസ് ആർ ഈക്വൽ ടു കേസ് എല്ലായ്പ്പോഴും ഉണ്ട്. തിരിച്ചുള്ളത് പ്രൂവ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ എന്ത് സെറ്റായി മാറുന്നത്, മെഷറബിൾ സെറ്റ്. അപ്പോൾ നമുക്കിനി കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. റിയൽ ലൈനിൽ ആരൊക്കെയാണ് മെഷറബിൾ അല്ല എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഓവറോൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം റിയൽ ലൈൻ മെഷറബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പോകും. റിയൽ ലൈൻ മെഷറബിൾ ആണെങ്കിൽ എ ബി എന്നീ സെറ്റ് എന്ന് എടുത്തു. ആർ എന്ന് പറയുന്ന റിയൽ ലൈനെ മെഷറബിൾ ആണെങ്കിൽ ആർ ഉപയോഗിച്ചിട്ട് എയെ 2 പീസുകളായി മുറിച്ച് നമ്മൾ തൊട്ടും മുകളിലുള്ള ഒരു ഇൻഇക്വാലിറ്റി കിട്ടണം. അത് എം സ്റ്റാർ ഓഫ് എ ഗ്രേറ്റർ ആർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ആർ പ്ലസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ആർ കോംപ്ലിമെൻ്റ് എന്ന് കിട്ടണം. ഇനി നമുക്കറിയാം എ ഈക്വൽ ടു എന്താ, എ ഇൻ്റർസെക്ഷൻ ആർ യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ആർ കോംപ്ലിമെൻറ്റ്. ആർ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എം ടി സെറ്റ് തന്നെയാണ്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ആർ യൂണിയൻ എ ഇൻ്റർസെക്ഷൻ എം ടി സെറ്റ്. ഇനി എ ഇൻ്റർസെക്ഷൻ എം ടി സെറ്റ് ഈസ് ഈക്വൽ ടു എം ടി തന്നെയാണ്. ദോഫോർ എ ഇൻ്റർസെക്ഷൻ ആർ യൂണിയൻ 5. ദോഫോർ എ ക്യാൻ ബി റിട്ടേൺ എസ് എ ഇൻ്റർസെക്ഷൻ ആർ. അല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് തന്നെ എഴുതാവുന്നതാണ്, ഇങ്ങനെ എഴുതാതെ തന്നെ. ദോഫോർ എം സ്റ്റാർ ഓഫ് എ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ആർ പ്ലസ് എം സ്റ്റാർ ഓഫ് എ 5. അത് അങ്ങനെ എഴുതുന്ന വെച്ചാൽ 5ൻ്റെ മെഷർ 0 ആണെന്ന് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നമ്പർ 0 ആഡ് ചെയ്താലും ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ജസ്റ്റ് ആഡ് ചെയ്തു. പക്ഷേ 5 പറഞ്ഞാൽ നമുക്ക് ആരാന്നറിയാം, എ ഇൻ്റർസെക്ഷൻ ആർ കോംപ്ലിമെൻ്റ് ആണെന്നറിയാം. Therefore which is equal to m star of a intersection r plus m star of a intersection r complement. ആ ഇക്വേഷൻ കിട്ടി. Therefore r is measurable. ഇനി r മെഷറബിൾ ആണ്. ആറിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് എം ടി സെറ്റ്. തൊട്ട് മുന്നേ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഒരു
ഓക്കെ, ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് അടുത്ത റിസൾട്ട് വരുന്നേ ഉള്ളൂ. നമുക്കിനി ഫൈ ചെയ്യുന്നതിന് വേണ്ടി ഇതേ ഇക്വേഷൻ തന്നെ ഒന്നുകൂടി യൂസ് ചെയ്യാം. എം സ്റ്റാർ ഓഫ് എ ഈക്വൾ ടു എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ആർ പ്ലസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ആർ കോംപ്ലിമെൻറ്റ്. ദാറ്റ് ഈസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ആർ പറഞ്ഞാൽ ശരിക്കും ആരുടെ കോംപ്ലിമെൻറ്റാണ്? 5ൻ്റെ കോംപ്ലിമെൻറ്റാണ്. 5 കോംപ്ലിമെൻറ്റ് ഇൻ പ്ലസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ 5. ഇനി കമ്മ്യൂട്ടേറ്റിവിറ്റി ഓഫ് അഡീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ 5 പ്ലസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ 5 കോംപ്ലിമെൻറ്റ്. ദാറ്റ് മീൻസ് 5 ഈസ് മെഷർഡ്. So you got two important sets, real line and its complements are measurable. Next we are going to prove that E complement is measurable. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ റിയൽ ലൈനും എം ടി സെറ്റും മെഷറബിൾ ആണെന്ന് പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഒരു സെറ്റ് മെഷറബിൾ ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റും മെഷറബിൾ ആണ്. ലെറ്റ് us take an set E which is measurable. Then we need to prove its complement, E complement is measurable. By the definition of the measurability of E, we have for any set A, m star of A can be written as m star of A intersection E plus m star of A intersection E complement. Okay, but you know E is what? E complement the whole complement, the double complementation law. That means m star of A can be written as m star of A intersection E complement the home complement plus m star of A intersection E complement. We can use the commutativity property of addition. So you got what? M star of A intersection E complement plus m star of A intersection E complement the whole complement. Then by the definition of the measurability of a set, you got what? E complement is measurable. So corresponding to every measurable set, its complement is also measurable. That is what we proved here. Next we are going to prove that if a set has outer measure 0, then it should be measurable. ഒരു സെറ്റിൻ്റെ ഔട്ടർ മെഷർ 0 ആണെങ്കിൽ അത് മെഷറബിൾ ആണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. എവറി സെറ്റ് ഹാവിങ് ഔട്ടർ മെഷർ 0 ഈസ് മെഷറബിൾ. ഓക്കെ, അല്ലെങ്കിൽ നൾ മെഷർ ഈസ് മെഷറബിൾ എന്ന് പ്രൂവ് ചെയ്യണം. സപ്പോസ് ദാറ്റ് എം സ്റ്റാർ ഓഫ് ഇ ഈക്വൽ ടു 0. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? എം സ്റ്റാർ ഓഫ് എ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ പ്ലസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ കോംപ്ലിമെൻ്റ് എന്ന് പ്രൂവ് ചെയ്യണം. അല്ലേ? അതിനുവേണ്ടി നമ്മൾ സെറ്റ് കൺസിഡർ ചെയ്തു. കൺസിഡർ എ സെറ്റ് എ, എനി സെറ്റ്, ആർബിട്രറി സെറ്റ്. By the definition of intersection, A intersection should be subset of E. Using the monotonic property of outer measure, m star of A intersection E should be less than or equal to m star of E. But you know what? By assumption, m star of E equal to 0. That means m star of A intersection E less than or equal to 0. By the property of non-negativity property of outer measure, it is always greater than or equal to 0. That means m star of A intersection E lies between greater than or equal to 0 and less than or equal to 0. From these two, they are equal. That means m star of A intersection E equal to 0. Next we know A intersection E complement. A intersection E complement is also subset of A, because by the definition of the intersection, X intersection Y is a subset of X as well as Y. First we applied for the second set E. Next we applied for the first set. A intersection E complement is a subset of A. Apply the monotonic property, m star of A intersection E less than or equal to m star of A. But from the above part, m star of A intersection E equal to 0, you just add that 0 in the left. That means m star of A intersection E plus m star of A intersection E complement, because it is 0, m star of A intersection E equal to 0. That's why. So that value should be less than or equal to m star of A. That means m star of A greater than or equal to m star of A intersection E plus m star of A intersection E complement. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇക്വാളിറ്റി പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, ഗ്രേറ്റർ ഓർ ഈക്വൽ കണ്ടീഷൻ കിട്ടിയാൽ മതി. സോ യു ഗോട്ട് ദാറ്റ് കണ്ടീഷൻ. ദെർഫോർ അവർ സെറ്റ് ഈസ് മെഷറബിൾ. അപ്പോൾ ഒരു സെറ്റിൻ്റെ ഔട്ടർ മെഷർ 0 ആണെങ്കിൽ അത് മെഷറബിൾ ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ നമ്മൾ 6, 5 ഒരു സെറ്റ് മെഷറബിൾ ആണെങ്കിൽ കോംപ്ലിമെൻറ്റ് മെഷറബിൾ ആണെന്ന് പ്രൂവ് ചെയ്തു. ഔട്ടർ മെഷർ 0 ആണെങ്കിൽ സെറ്റ് മെഷറബിൾ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി ലെമ്മ 7 പറയുന്നത് ഒരു സെറ്റ്, രണ്ട് സെറ്റ്സ് മെഷറബിൾ ആണെങ്കിൽ ദർ ഫൈനൈറ്റ് യൂണിയൻ E1 യൂണിയൻ E2 ഈസ് മെഷറബിൾ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു എ ബി എനി സെറ്റ് ആൻഡ് E1 ആൻഡ് E2 ആർ 2 മെഷറബിൾ സെറ്റ്സ്. അപ്പോൾ നമ്മളിവിടെ ആദ്യം E1ൻ്റെ മെഷറബിലിറ്റി എക്ക് വേണ്ടി അപ്ലൈ ചെയ്യും. അത് എ എന്ന സെറ്റിനെ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. എം സ്റ്റാർ ഓഫ് എ ക്യാൻ ബി റിട്ടൺ ആസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ E1 പ്ലസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ E1 കോംപ്ലിമെൻറ്റ്. അതാണ് ഇക്വേഷൻ 1. ഇനി നമുക്ക് E2 മെഷറബിൾ ആണ്. പക്ഷേ E2 മെഷറബിലിറ്റി അപ്ലൈ ചെയ്യുന്നത് ശരിക്കും ഞാൻ എ എന്ന സെറ്റിന് പകരം എ ഇൻ്റർസെക്ഷൻ E1 കോംപ്ലിമെൻറ്റ്. കാരണം മെഷറബിലിറ്റി ഉപയോഗിക്കുമ്പോൾ ഏത് സെറ്റിനെയും കട്ട് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ എക്ക് പകരം ഇവിടെ നമുക്ക് നമ്മളുടെ റിസൾട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ E1 കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് ദാറ്റ് ഇൻ്റർസെക്ഷൻ E2 പ്ലസ് എം സ്റ്റാർ ഓഫ് ദാറ്റ് ഇൻ്റർസെക്ഷൻ E2 കോംപ്ലിമെൻറ്റ്. അതെന്താണോ അത് എടുത്തു.
ഇക്വേഷൻ നമ്പർ 2 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എ ഇൻ്റർസെക്ഷൻ E1 യൂണിയൻ E2നെ നമുക്ക് എന്ത് എഴുതാം? എ ഇൻ്റർസെക്ഷൻ E1 യൂണിയൻ എ ഇൻ്റർസെക്ഷൻ E2 നമുക്ക് വേണമെങ്കിൽ എഴുതാവുന്നതാണ്. ഓക്കെ, പക്ഷേ നമുക്ക് ഒരു E1 യൂണിയൻ E2 എന്ന സെറ്റിൻ്റെ പ്രത്യേകത E1ലും E2യിലുള്ള എലമെൻറ്റ്സ്, അപ്പോൾ കോമൺ എലമെൻറ്റ് നമ്മൾ ആക്ച്വലി ഒരു 1 ടൈംസ് അല്ലേ എടുക്കുകയുള്ളൂ. അപ്പോൾ ശരിക്കും E1 യൂണിയൻ E2നെ എങ്ങനെ എഴുതാം? E1 യൂണിയൻ E2 മൈനസ് E1 എടുത്താൽ മതിയല്ലോ. E2 മൈനസ് E1 പറഞ്ഞാൽ അർത്ഥം E2 ഇൻ്റർസെക്ഷൻ E1 കോംപ്ലിമെൻ്റ് എന്നർത്ഥം. E2 ഇൻ്റർസെക്ഷൻ E1 കോംപ്ലിമെൻറ്റ്, അല്ലെങ്കിൽ E1 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ E2 എന്ന് എഴുതാം. Therefore എ ഇൻ്റർസെക്ഷൻ E1 യൂണിയൻ E2നെ നമുക്ക് എങ്ങനെ എഴുതാം? എ ഇൻ്റർസെക്ഷൻ, അത് E1ലുള്ളതും E2യിലുണ്ട് പക്ഷേ E1ൽ ഇല്ലാത്തതുമായിട്ടുള്ള കാര്യത്തെയാണ് E1 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ E2 എന്ന് വിളിക്കുന്നത്. Therefore എ ഇൻ്റർസെക്ഷൻ E1 യൂണിയൻ E2 ക്യാൻ ബി റിട്ടൺ ആസ് എ ഇൻ്റർസെക്ഷൻ E1 യൂണിയൻ എ ഇൻ്റർസെക്ഷൻ E2 ഇൻ്റർസെക്ഷൻ E1 കോംപ്ലിമെൻ്റ് എന്ന് എഴുതാം, അല്ലെങ്കിൽ E1 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ E2 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ മോണോട്ടോണിക് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. എം സ്റ്റാർ ഓഫ് ദാറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതായത് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ E1 യൂണിയൻ E2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു യൂണിയനിലേക്ക് നമുക്ക് മോണോട്ടോണിക് പ്രോപ്പർട്ടി അല്ല സബഡിറ്റിവിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ E1 പ്ലസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ E1 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ E2, ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ E1 യൂണിയൻ E2 പ്ലസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ E1 യൂണിയൻ E2 ഹോൾ കോംപ്ലിമെൻറ്റ്, അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. എങ്കിലേ E1 യൂണിയൻ E2 മെഷർ, അപ്പോൾ അത് എടുത്തു നമ്മൾ. ഇനി ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു തൊട്ട് മുകളിലെ ഇക്വേഷൻ 3 ഫസ്റ്റ് ടേമിന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ E1 പ്ലസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ E1 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ E2 പ്ലസ് അടുത്ത എന്താണ്? എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ E1 യൂണിയൻ E2 ഹോൾ കോംപ്ലിമെൻറ്റ് നമ്മൾ ഡിമോർഗൻ ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? E1 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ E2 കോംപ്ലിമെൻറ്റ്, അത് ജസ്റ്റ് അതിനകത്തേക്ക് എഴുതി. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്താ അറിയാം? എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ E1 അത് തന്നെ എഴുതി, പ്ലസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ E1 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ E2 പ്ലസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ E1 കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ E2 കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇക്വേഷൻ 2 ആണ്. അപ്പോൾ ഇക്വേഷൻ 2ൻ്റെ LHS എന്താണ്? എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ E1 കോംപ്ലിമെൻറ്റ് ആണ്. Therefore which is equal to എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ E1 പ്ലസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ E1 കോംപ്ലിമെൻറ്റ്. അപ്പോൾ അത് ഇക്വേഷൻ 1ലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് എം സ്റ്റാർ ഓഫ് എ. Therefore m star of a intersection E1 union E2 plus m star of a intersection E1 union E2 whole complement less than or equal to m star of a. That means our set E1 union E2 is measurable. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇതിൽ ഇൻ്റർസെക്ഷൻ ഇതുപോലെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇഫ് 2 sets are measurable then their intersection is also measurable. ഞാൻ ആദ്യം E1ഉം E2ഉം മെഷറബിൾ ആണെന്ന് പറഞ്ഞു, എങ്കിൽ ദർ കോംപ്ലിമെൻറ്റും എന്ത് തന്നെയായിരിക്കും? മെഷറബിൾ ആയിരിക്കും. E1 കോംപ്ലിമെൻറ്റ് E2 കോംപ്ലിമെൻറ്റ് ആർ മെഷറബിൾ. തൊട്ട് മുന്നിലുള്ള റിസൾട്ട് പ്രകാരം, അല്ലെങ്കിൽ നമ്മൾ അതിനൊരു ലെമ്മ എന്ന് പേരുണ്ട്, ലെമ്മ 7 പ്രകാരം ദർ യൂണിയൻ E1 കോംപ്ലിമെൻറ്റ് യൂണിയൻ E2 കോംപ്ലിമെൻറ്റ് ഈസ് ആൾസോ മെഷറബിൾ. But by the De Morgan law, E1 complement union E2 complement means what? E1 intersection E2 whole complement is measurable. അപ്പോൾ E1 intersection E2 whole complement മെഷറബിൾ ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ് കൂടി എടുക്കുക. അപ്പോൾ E1 intersection E2 complement ദ ഹോൾ കോംപ്ലിമെൻറ്റ് പറഞ്ഞാൽ ആരായിരിക്കും? E1 intersection E2 ഈസ് മെഷറബിൾ. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വളരെ നല്ല ഒരു റിസൾട്ടാണ്. ഓക്കെ.